ഹലോ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് 2025-26 ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാവുന്നതാണ്. കേരളത്തിൽ താമസിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുക. 2024-25 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്കും ഡിഗ്രി തലത്തിൽ 80% മാർക്ക് നേടിയവർക്കും PG തലത്തിൽ 75% മാർക്ക് നേടി സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. BPL വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ട് എങ്കിലും അവരുടെ അഭാവത്തിൽ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കവിയാത്ത APL വിഭാഗത്തെയും സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നതാണ്. SSLC +2 വിദ്യാർത്ഥികൾക്ക് 10,000 രൂപയും ഡിഗ്രി PG തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15,000 രൂപയുമാണ് സ്കോളർഷിപ്പ് ഇനത്തിൽ സർക്കാർ നൽകുന്നത്. ഏതായാലും സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന +1, ഹയർ സെക്കൻഡറി +1, ഡിഗ്രി PG തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാവുന്നതാണ്. എന്നാൽ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് അപേക്ഷാ സമർപ്പണം സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്കോളർഷിപ്പ് സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനൊരു വിൻഡോ കാണാം. അവിടെ വലത് ഭാഗത്ത് മുകളിൽ register/login എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുതുതായി അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ ആദ്യം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പേര്, തൊട്ട് താഴെ ആധാർ നമ്പർ, ഇമെയിൽ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്വേഡ്. വിദ്യാർത്ഥികൾ ഇവിടെ തെറ്റാതെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ പാസ്വേഡ് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് രജിസ്റ്റർ എന്ന മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്നതായിരിക്കും. രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികൾ തങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും വരുന്നതായിരിക്കും. യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വലതുഭാഗത്ത് കാണുന്ന ഈ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ തങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് ഇവിടെ ഇമെയിലാണ്. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഇമെയിലും നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും തെറ്റാതെ ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ബാക്കിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും നൽകി അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. ഏതായാലും യോഗ്യരായ വിദ്യാർത്ഥികൾക്കുള്ള നല്ലൊരു അവസരമാണ്. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഡിഗ്രി PG തലങ്ങളിൽ പഠിക്കുന്ന ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളും നിർബന്ധമായും ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചതിന് ശേഷം ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾക്ക് വിദ്യാർത്ഥികൾ നൽകേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിലൊന്ന് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്, 2 കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ്, മൂന്നാമത്തേത് കോപ്പി ഓഫ് ബാങ്ക് പാസ്ബുക്ക്. നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. കോപ്പി ഓഫ് ആധാർ കാർഡ്, കോപ്പി ഓഫ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി SSLC സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതിയാകും. മറ്റൊന്ന് കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റ്, കോപ്പി ഓഫ് റേഷൻ കാർഡ് എന്നീ സാധനങ്ങളെല്ലാം ബന്ധപ്പെട്ട സ്ഥാപന മേധാവിക്ക് നൽകേണ്ടതാണ്. ഏതായാലും അപേക്ഷാ സമർപ്പണം ഓൺലൈനായി നൽകിയതിന് ശേഷം അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുത്ത് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അപ്ലിക്കൻസ് അഥവാ വിദ്യാർത്ഥി ഒപ്പിട്ടതിന് ശേഷം താഴെ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള മുഴുവൻ രേഖകളും സഹിതം
നേരിട്ട് ബന്ധപ്പെട്ട സ്ഥാപന മേധാവിക്ക് വിദ്യാർത്ഥികൾ നേരിട്ട് തന്നെ അപേക്ഷ നൽകേണ്ടതാണ്. ഇപ്പോൾ +1 ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ രേഖകൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷമുള്ള പ്രിൻ്റ് ഔട്ടോടുകൂടിയുള്ള തങ്ങളുടെ രേഖകൾ മുഴുവൻ നേരത്തെ 2024-25 മാർച്ച് പരീക്ഷ എഴുതിയ അഥവാ കഴിഞ്ഞ വർഷം SSLCക്ക് പഠിച്ച സ്കൂൾ ഏതാണോ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം എവിടെയാണോ +2 പഠനം പൂർത്തിയാക്കിയത് ആ +2 പഠനം പൂർത്തിയാക്കിയ സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലാണ് അപേക്ഷ നൽകേണ്ടത്. PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും തങ്ങളുടെ ബന്ധപ്പെട്ട കോളേജുകളിലെ സ്ഥാപന മേധാവി അഥവാ പ്രിൻസിപ്പലിന് നേരിട്ട് അപേക്ഷ പ്രിൻ്റ് ഔട്ട് അടക്കം മറ്റ് ബന്ധപ്പെട്ട രേഖകളെല്ലാം നേരിട്ട് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ബന്ധപ്പെട്ട എലിജിബിളായിട്ടുള്ള വിദ്യാർത്ഥികൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അവർക്ക് പറ്റിയൊരു സുവർണ അവസരമാണ്, സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സുവർണ അവസരമാണ് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ഈ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് വളരെ വിശദമായിട്ട് വായിച്ച് നോക്കേണ്ടതാണ്. വായിച്ചതിന് ശേഷം മാത്രമാണ് അപേക്ഷാ സമർപ്പണം ഓൺലൈനിൽ പൂർത്തിയാക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 9 ഓക്കെ, താങ്ക് യു.